ജോസറ്റാൻ എന്നാണ്ട് വിശേഷം? ജോസറ്റാന്ന് വിളിക്കാം. ഇല്ല, ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നത്. ജോസേട്ടാ എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ. മോനെന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണം. അടുത്തെന്താ? എനിക്ക് തോന്നുന്നു 104 ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പോ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായി മമ്മൂക്ക, അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു, ചേസിങ്ങിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസ് അല്ല എന്ന് പറയും, മമ്മൂക്ക ക്ലാസ് അല്ല എന്ന് പറയും. ഞങ്ങൾ ഏത് രീതിക്കാണ്? ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. തീർന്നില്ല പ്രശ്നം. ഏറ്റെടുക്കുക. ഞാൻ നിങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ പോവാം. എങ്കിലും ആ കഥ, ഈ കഥാപാത്രം, സിനിമയിലെ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും ഇത് വലിയ ട്രിക്കൊന്നുമില്ല. നമ്മൾ സാധാരണ സിനിമയിൽ വിളിക്കാൻ പറ്റുന്ന പോലെ സിനിമയിൽ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും. കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ നുവാൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ. എന്നാലും പരമാവധി. പിന്നെ കഥ, നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല, ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ്. പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിന് ഒരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട. ഈ ക്യാരക്ടർ ജോസേട്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തമാശ എന്ന് പറയാൻ പറ്റും, എന്താ പറയുക, ഹ്യൂമർ അവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല ഈ സിനിമയിൽ. അല്ല, തമാശ പറഞ്ഞല്ല, മനുഷ്യന്റെ തലയിൽ തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ. ജോസിന്റെ എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ? പറ്റിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എടുത്തിയാട്ടം കൊണ്ട് അബദ്ധമായാൽ അത് തലേന്ന് പോകില്ല, അത് വലിച്ചെറിഞ്ഞാലും പോകുക. അതിങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നവരെ പിടിച്ച് ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് ഉണ്ടെന്ന് തോന്നുന്നത് പോലെ അതുകൊണ്ടാണ് ഞാൻ പറയാം. മതി, അത് കൃത്യമാണ്. അച്ഛാ, ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട്, ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ നിനക്ക് കഥ അറിയാവൂന്ന് ചോദിച്ചൊരു സംഭവം മമ്മൂക്കാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് എന്ന് ആര് പറഞ്ഞോട് ശരി, തമാശ പറഞ്ഞില്ല. നമ്മളിവിടെയൊക്കെ പറയുന്ന അത്രയും പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് നന്നായില്ലേ? തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമയായില്ലേ? അല്ല, ഒരുപാട് സിനിമ കഴിഞ്ഞു. മമ്മൂക്കാടോടെ രണ്ടാമത്തെ സിനിമ. ഈ ടെറൈനിൽ തന്നെ ഒരു ആക്ഷൻ കോമഡി ജോണറിൽ നമുക്ക് പല സിനിമകളും ചെയ്തിട്ടുണ്ട്, നമ്മൾക്ക് ആസ്വദിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോഴേക്കും വീണ്ടും അതേ ഇപ്പൊ ഒരു അച്ചായനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ നേരത്ത് മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണമല്ലോ. അപ്പൊ എന്നിട്ടായിരിക്കണം ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്യുക. അപ്പൊ അതിനെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടത്? റീവിസിറ്റിംഗ് ഒന്നുമില്ല. ആ കഥാപാത്രത്തുമായിട്ട് യാതൊരു സമയം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമുണ്ട്. റീവിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരണ്ടേ? അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത്. ഇതങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാസന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ. അതാണ് അതിന്റെ വ്യത്യസ്തമാക്കുന്നത്. നമ്മളെ ഈ പറഞ്ഞ പോലെ കഥാപാത്രവും പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും. നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്തെടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല. ഇപ്പോൾ കർണന്റെ കഥ എടുക്കാത്ത ഒരുപാട് സിനിമകൾ, എല്ലാ പടത്തിലും കർണൻ ഒരുപോലെയല്ലല്ലോ. അതുപോലെ കഥാപാത്രത്തിന്റെ കഥാപരിസരങ്ങൾ മാറുന്നുണ്ട് ഈ സിനിമയിൽ മൊത്തമായിട്ട്. അപ്പൊ കഥ മാറും, കഥാപാത്രവും മാറും. അങ്ങനെയൊക്കെ എല്ലാം എടുക്കാനും പോകും. നമുക്ക് പറയണ്ടായി ദുബായ് ലോഞ്ചില് ഇതൊരു സാമ്പിള് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം ട്രെയിലറിനെ പറ്റി പറഞ്ഞു. അല്ല, അതെ, ഇതൊരു സാമ്പിള് മാത്രമാണ്. അപ്പൊ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. കുഴിച്ചടിക്കല്ലേ? അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം. തോന്നട്ടെ എങ്ങനെയെങ്കിലും. നിങ്ങളത് ഉടക്കല്ലേ? മമ്മൂക്ക ടെർബോജസ് എങ്ങനെ? ട്രിപ്പിൾ സ്ട്രോങ് ആണോ? അങ്ങനെ അതായത് ഡയറക്ടർ പറയട്ടെ, ഞാൻ പറയുന്നില്ല. സ്ട്രോങ് ആണോ? ഡബിൾ സ്ട്രോങ് ആണോ? ട്രിപ്പിൾ സ്ട്രോങ് ആണോ? ടെർബോജസ് നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും. പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത്. നിങ്ങൾ കാണും, അത് നിങ്ങൾ തീരുമാനിക്കും.